ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ഉണർന്നിങ്ങനെ വരുവാണ്. ഉണർന്നപ്പോൾ തന്നെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഹാ, നമ്മുടെ നായകൻ, നമ്മുടെ വില്ലൻ പൂരം കൂർക്കം വലിച്ച് പൂരം ഓർക്കം. അപ്പം വയനാട്ടിലെ എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡേ വിത്ത് മീ പൊന്നി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് വയനാട്? അത് കണ്ടില്ലല്ലോ. അതന്നെ, രാത്രിയിലല്ലേ വന്നേ? നല്ല രസം. അതല്ലേ, ഞാനത് നോക്കി എന്ത് കമ്പെടുത്തിട്ട് പോകണം. എവിടെ പോയാലും ചെടി. അമ്മയുടെ ഇത് പല്ലര രാവിലെ പല്ല വെച്ചിട്ട് ഇവിടെ പൂവൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഭയങ്കരമായിട്ട് പൂവുണ്ടാവും. ഇത് ചിരട്ടയാ സാധനം. അച്ഛൻ്റെ ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ടല്ലോ, മണിയമ്മയ്ക്ക് അതുപോലെ ചെയ്ത് കൊടുക്കണം. എന്താ കേട്ടോ, അമ്മയ്ക്കൂടെ പണി കൊടുക്കുക. ഇതിന് വെറുതെ ഇരിക്കുന്നത് ഭയങ്കര മടിയാ. ഇന്നലെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടേ അമ്മ പറയാം, രാവിലെ എണീറ്റപ്പോഴേ എനിക്ക് എങ്ങനെയും അങ്ങ് വീട്ടിൽ പോയാൽ മതി, വെറുതെ ഇരിക്കാൻ പണിയില്ല. വെറുതെ ഇരിക്കാൻ ഭയങ്കര മടിയാ. ഇപ്പൊ ഞാൻ ചെടി നട്ടാലോ ചെടി നട്ടാലോ ചെടി നട്ടാലോ ഇവിടെ ഒന്നും ഞങ്ങള് പോയേക്കാം. അച്ഛനെ ഞങ്ങൾ തിരുവനന്തപുരം കൊണ്ടുപോയേക്കാം. ആ വന്നതിന്റെ വന്ന പിറ്റേന്ന് ഇപ്പൊ ഞങ്ങള് 2 ദിവസം ഉള്ളതുകൊണ്ട് അന്ന് 2 ദിവസം ഒന്ന് കടിച്ചു പിടിച്ചത്. 3-ാമത്തെ ദിവസം നിങ്ങൾ എപ്പോഴാ പോകുന്നേ? ഞാനൊന്ന് കണ്ടെത്തി പോയിട്ട് വരട്ടെ. അങ്ങ് പോവും. പോയി കാട് പറിക്ക. ഗുഡ് മോർണിംഗ്. രാവിലെ എന്താ പരിപാടി? ഇല്ല, ഞാൻ എണീച്ച് കാപ്പി കുടിച്ച് അടുക്കളപ്പണി കഴിഞ്ഞു. ചുമ്മാ ഇളക്കി. എന്താ പരിപാടി? ചെടി വാങ്ങിത്തരൂ. ഇല്ല ചെടിയല്ലേ, പൂവുണ്ടേ. അത് കണ്ടാ വാങ്ങിത്തരൂ അച്ഛാ. എന്ത് ചെടിയാ പറയുന്നതെന്ന് കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ചെടി. ഇത് നമ്മുടെ അവിടെ ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊന്ന് ഇത്രയും കളറ് ഈ കളറല്ലാന്ന് തോന്നുന്നു. നല്ല നല്ല ഭംഗിയില്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോകുമ്പോൾ അടിച്ചോണ്ട് പോകണം. അടിച്ചോണ്ട് പോകുന്നു വേണ്ട, അമ്മ എനിക്ക് തരും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ചെടി. എന്നുവെച്ചാൽ കളറ് ഞാൻ നമ്മുടെ അവിടേക്കും കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ കളറല്ലെന്ന് തോന്നുന്നു നമ്മുടെ അവിടെ ഉള്ളത്. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മതിലിൻ്റെ 2 സൈഡും വെക്കാനൊക്കെ നല്ല നല്ല ഭംഗിയാണ്. ഇവിടുത്തെ നാടും കൊള്ളാം കേട്ടോ. ഇതാ അവരവിടെ നിൽക്കുന്നുണ്ടോ? വീടും രസമുണ്ട്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ അവിടെ പിടിച്ചില്ല. ഇതിൻ്റെ അരിയുണ്ട് എനിക്കൊന്ന് നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയിൽ പിടിക്കാത്തതാണെന്ന് തോന്നുന്നു. ഒരു വീട്ടിൽ ശാന്തമ്മയുടെ ഒരു വീടിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ അവിടെ കൊണ്ട് നട്ടു, കിളിച്ചു. പക്ഷെ എങ്കിൽ പൂക്കുന്നതിന് മുമ്പ് പോയി. അപ്പൊ ഇതിന്റെ ഒരു ഇത് ഇതാണ്ട് ഉണ്ടല്ലോ. ഇത് എടുത്തോ, അരി എടുത്തോ, കിളിച്ചാലോ അറിയില്ല. അതും നമ്മുടെ അവിടെ ഇല്ല, പക്ഷെ ഇതിന്റെ ചുവപ്പല്ലേ നമ്മുടെ അവിടെ ഉള്ളത്? അല്ല, ഈ കണ്ണാടി ചെടിയുടെ ചുവപ്പാണ് നമ്മുടെ അവിടെയൊക്കെ ഉള്ളത്. ഇതിൻ്റെ എടുത്തോ, പോകുമ്പോൾ നല്ല ചെടിയൊക്കെ എടുത്തോ, നമുക്ക് കൊണ്ടുപോയി നടാം. ഹൈ കാപ്പിക്കുരു ഇപ്പം അത് കാണാൻ പോലും ഇല്ല. എനിക്കൊന്നും വല്ലവരും വെല്ലുമിച്ചിയുടെ അടുത്തല്ലേ ഉള്ളൂ കാപ്പിക്കുരു. നമ്മളവിടെ ഇവിടെ ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ട് ഇല്ലല്ലോ. ഇതാ ഇവിടെ കാപ്പിക്കുരു അമ്മ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഒറ്റ മരത്തിലെ മലയാളത്തിൽ വെല്ലുമിച്ച് ചെയ്യുന്നതാന്ന് തോന്നില്ലേ? മില്ലിൽ കൊണ്ടുപോയി
പക്ഷെ നമുക്ക് നമ്മളെ കാപ്പി നല്ലത് തന്നെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടിന്റെ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ കോതി കളയാ, അതിപ്പോ കായ്ക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് പോകുമ്പോഴേ നമ്മള് കാപ്പിക്കമ്പ് എടുത്ത് അടിക്കാൻ ഉപയോഗിക്കും. ആ പ്ലാന്റ് വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി കളയാൻ പറ്റിയത്. കാപ്പി ഒരെണ്ണൊക്കെ നല്ല രസമാവും. നിങ്ങളുടെ ഭാഗത്ത് കാപ്പി ഉണ്ടാവും. അത് പക്ഷെ പോയി. ഇതിന്റെ വേറൊരു ടൈപ്പാ മറ്റേത് അവിടെ നിൽക്കുന്നത്. അതും ഒരു കാട് പോലെ ആയി. ഇത് നമ്മുടെ ഇവിടെ ഇതല്ല, എൻ്റെ അടുത്ത് നിന്ന് ഇതിന്റെ വയലറ്റ് അമ്മേ, ഈ പച്ചയല്ല വയലറ്റ് ആയിരുന്നു. തൃശ്ശൂർന്ന് കൊണ്ടുവന്നത് തന്നെ. ഇത് പച്ചയല്ലേ നടുക്ക്, അത് വയലറ്റ് ആയിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. മണിയമ്മ ചെടി തപ്പും ചെടി നോട്ടോ വരാവല്ലേ. ഏട്ടാ സണ്ടമണ്ട കണ്ടിട്ടില്ല, പക്ഷെ അതിന് പൂവില്ലല്ലോ. പിന്നെ എങ്ങനെ ഏട്ടൻ സണ്ടമണ്ടയാന്ന് അറിഞ്ഞേ? അതിലൊരു വയലറ്റ് അല്ല, നീലയല്ല വയലറ്റും അല്ലാത്ത ഒരു കളറും വെള്ളയും ഒരേ ചെടിയിൽ തന്നെ. ഞാൻ തന്നിട്ടുണ്ട്. പിടിച്ചോ? തൈ കിട്ടെങ്കിൽ മേടിക്കാം. സുഖമായിട്ട് കാറി വെച്ച് കൊണ്ടുപോകും. കാറിലൊക്കെ ഞാൻ വെച്ചോളാം. ഫ്രണ്ട് ഞാൻ ഇരിക്കുന്നിടത്ത് വെക്കാം. കഷ്ടമുണ്ട്. ഇന്നലെ വരെ എന്നോട് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്വഭാവം മാറ്റുന്നു കണ്ടേട്ടാ. ഇന്നലെ വൈകിട്ട് കൂടി എന്നോട് പറഞ്ഞ വാങ്ങിത്തരാന്നല്ലേ അല്ലേ? അവിടെ ഏലത്തോട്ടം കണ്ടോ? അതെന്തായാലും കൊണ്ടാ പറ്റത്തില്ല. ഏലം 4 കൂടെ ഏലം നോക്കട്ടോ. ഏലം കണ്ടിട്ടുണ്ടോ മോളെ? അവിടെ അല്ല ഏലം നമ്മള് പ്രിയ ചേച്ചിയുടെ അവിടെ പോയപ്പോ ഏലക്ക ചവച്ച് തിന്ന്. നോക്ക്, നല്ല സ്ഥലമല്ലേ, നല്ല തനി നാട്ടിൻ പ്രദേശം ആണ്. ഇത് അവിടെ കാണുന്നത് ഏലത്തിൻ്റെ കൃഷി കേട്ടോ, ഏലകൃഷി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ ഏലം ഉണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അവിടുത്തെ 1-2 പോലെയല്ല, ഇവിടെ കുറേയുണ്ട്, കുറേ ഏലത്തോട്ടമാണ്. അത് ഏലത്തോട്ടമാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിപ്പം വയനാട്ടിൽ ഞാൻ നിൽക്കുന്ന വീട് നിങ്ങളെ കാണിക്കാം. ഇതാ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ വയനാട്ടിൽ ഞങ്ങളുടെ വീട്. അത് നിങ്ങൾക്കത് കാണിച്ചു തരാം. എവിടെ? അതിന് നമ്മള് മറ്റന്നാളല്ലേ പോവുള്ളൂ. കൊള്ളാലോ. അമ്മയ്ക്ക് ഇതാ ഇഷ്ടം പോലെ ചെടികളും ഫുള്ള് നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണം ഇന്നലെ വൈകുന്നേരമായിരുന്നു, 4 മണിക്കായിരുന്നു കല്യാണം. നടക്കാൻ പോകുന്നില്ലേ? എന്താ ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ആക്കി വീഡിയോ. അത് തന്നെ, വയനാട്. പാത്രം അടുപ്പിച്ചല്ലോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടതാ വന്ന് ഇനി ഫുഡ് അടിച്ചതിന്റെ റെസ്റ്റ്. വഴിയിലാരോ പോയതാ. പുള്ളി ബസ്സിലൊക്കെ അടിച്ച് ഓട്ടോയ്ക്കാൻ തോന്നും. അച്ഛൻ തണുപ്പ് കാരണം വെയിൽ കായാൻ നിൽക്കുന്നു. വെയിൽ കായുന്ന സത്യം. ഫോൺ വിളി
ഞാൻ പോയി റെഡി ആവട്ടെ. നമ്മളിനി എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാനുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാം. റെഡിയായി നമുക്ക് ഇറങ്ങി. ഇവിടെ മറ്റേ പൂപ്പുലി എന്നാ പറഞ്ഞ കേട്ടോ. പൂപ്പുലി ഫ്ലവർ ഷോ ആണെന്ന് തോന്നുന്നു, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി കാണാം. കുറച്ച് ചെടികളാണ്, നമുക്ക് പോയിട്ട് വരാം. ഞാൻ റെഡിയാവാം.